യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കാം. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഏലിയാവ് മഴ പെയ്യാതിരിക്കേണ്ടതിനെ പ്രാർത്ഥിച്ചു. ഒരു കടുങ്കൈയായിട്ട് വേണമെങ്കിൽ തോന്നാം. പ്രാർത്ഥനാ ശക്തിയുള്ള പ്രാർത്ഥനാ വീരനായ ദൈവദാസൻ ഇക്കണ്ട ജനങ്ങൾക്കെല്ലാം മഴ കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്മനസ്സാണോ നല്ല മനസ്സാണോ തോന്നാം, ആർക്കും തോന്നാം. എന്നാൽ ആത്മീയമായ ആഴങ്ങളിലേക്ക് നാം ചെല്ലുമ്പോഴാണ് ദുരിതങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുന്നത്. വൈ ദീസ് സഫറിങ്സ്, എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങൾ, എന്തുകൊണ്ടാണ് കഷ്ടപ്പാടുകൾ? വൈ ദീസ് ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്, ഈ പരീക്ഷകളും പരിശോധനകളും കഷ്ടപ്പാടുകൾ എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവുകയില്ല. നമ്മുടെ മനുഷ്യബുദ്ധിയിൽ മനസ്സിലാവുകയില്ല. ഈ കഷ്ടതകൾ വരുന്ന സമയത്ത് നമുക്ക് വഹിക്കാൻ വയ്യാതെ കിടന്ന് നമ്മുടെ മനസ്സ് ആകുലപ്പെടും, നിരാശപ്പെടും, തളരും. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ആ ഘട്ടം കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും നന്നായി. ഈ വരൾച്ചയുടെ കാലം കഴിഞ്ഞ് വളർച്ചയുടെ കാലത്ത് നിന്നുകൊണ്ട് വരൾച്ചയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും നന്നായി.
ഭാഗ്യമായിപ്പോയി. അപ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുന്നത്, ദൈവത്തിൻ്റെ കൃപ അറിയുന്നത്. പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും മുമ്പിൽ വരുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ കരുതൽ കാണുന്നത്. ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ഈ ധൂർത്തപുത്രൻ പോയിട്ട് അവൻ അപ്പനെ വിട്ട് പോയിട്ട് ദൂരദേശത്തേക്ക് യാത്രയായല്ലോ. ലൂക്കോസിന് ശേഷം 15 അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയുണ്ട്. ആ മുടിനായ പുത്രൻ, ആ ഇളയ മകൻ സ്വത്തെല്ലാം സ്വരൂപിച്ച് എനിക്കുള്ള അവകാശപ്പെട്ടതെല്ലാം വാങ്ങിച്ച് അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. അവൻ എല്ലാം ചെലവഴിച്ചു, നാനാവിധമാക്കി കളഞ്ഞു. സ്വത്തെല്ലാം നാനാവിധമാക്കി കളഞ്ഞു. ഒരു ചുമതലാബോധമില്ലാതെ, കയ്യിലിഷ്ടം പോലെ കിട്ടിയപ്പോൾ ചുമതലാബോധമില്ലാതെ കളഞ്ഞു. വസ്തുവെല്ലാം നാനാവിധമാക്കി കളഞ്ഞു, എല്ലാം കളഞ്ഞു കുളിച്ചു. ഇപ്പോൾ പിന്നെ ആഹാരത്തിന് പഞ്ഞമായി, വിശപ്പ് സഹിക്കാൻ വയ്യാത്തതായി, വല്ലാതെ പൊറുതിമുട്ടി, വല്ലാതെ വലഞ്ഞു. എവിടെ ചെന്ന് കൈ നീട്ടുന്നിടത്തെല്ലാം നിഷ്കരണം അവനെ നിരസിക്കുന്നു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. മുമ്പ് അവനെക്കൊണ്ട് ഇപ്പോൾ ചെലവ് ചെയ്യിച്ചവർ പോലും ഇപ്പോൾ അവനെ തിരിഞ്ഞു നോക്കുന്നില്ല. മുമ്പ് അവൻ്റെ രൂപയെടുത്ത് സഹായം അവനിൽ നിന്ന് കിട്ടിയവർ പോലും ഇപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാ വഴിയും അടഞ്ഞു, എല്ലാ വാതിലും അടഞ്ഞു. അങ്ങനെയാണ് അവൻ വിദേശത്തിലെ പ്രഭുവിൻ്റെ അടുക്കൽ പോയി ഒരു തൊഴിൽ യാചിച്ചത്. പ്രഭു പറഞ്ഞല്ലോ, ഇവിടെ ജോലിക്ക് വേക്കൻസി ഇപ്പോൾ ഒന്നും ഇല്ല, പിന്നെ പന്നിയെ മേയ്ക്കുന്ന ജോലിയുണ്ട്, നീ ഒരു യഹൂദനല്ലേ, നിനക്ക് പറ്റുമോ പന്നി മേയ്ക്കാൻ? യഹൂദന് പന്നി നിഷിദ്ധമല്ലേ? അയ്യോ യജമാനി, അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് അങ്ങനെയുള്ള പ്രമാണങ്ങളൊന്നുമില്ല, കഞ്ഞി കുടിക്കാൻ വക കിട്ടിയാൽ മതി, എനിക്ക് ജീവിക്കാൻ വക കിട്ടിയാൽ മതി, ഞാൻ എന്ത് ജോലി വേണം ചെയ്തോളാം. അതെന്നാൽ നീ പന്നി മേച്ചിട്ട് വാ, വല്ലതും തരാം, വല്ലതും കുടിക്കാൻ തരാം. പന്നി മേച്ചിട്ട് വന്നപ്പോൾ കിട്ടിയ കഞ്ഞിയെ ഈ ചുട്ടുപഴുത്ത ഇരുമ്പിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതുപോലെ ഒന്നുകൂടി വിശപ്പ് ആളി കത്തിച്ചേ പാവം അവൻ വിഷമിച്ചു പോയി. എന്നിനി പന്നിക്ക് തവിട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് തിന്നാം. പന്നിക്ക് കൊടുക്കും തവിടിൽ നിന്ന് പന്നിയുടെ കൂടെ നിന്നുകൊണ്ട് ജീവിയുടെ ആ പന്നി എടുക്കുന്ന തിന്നുകൊണ്ടിരിക്കുന്ന തവിടിൽ നിന്ന് കുറച്ച് വാരിയെടുത്ത് തിന്നാൻ തുടങ്ങിയുള്ളൂ. പന്നി ഇതേറ്റം കൊണ്ട് തട്ടി, കയ്യിൽ മുറിവേറ്റത് മിച്ചം. നോക്കൂ, എല്ലാ വഴി അടഞ്ഞു. നമുക്ക് തോന്നും, ആ അപ്പൻ അന്ന് അവൻ വിദേശത്തേക്ക് പോയപ്പോൾ ഒന്ന് പോയാൽ മതിയായിരുന്നല്ലോ. വിദേശത്തേക്ക് പോയപ്പോൾ മനുഷ്യമായിട്ട് നമുക്ക് തോന്നാം, അവൻ വിദേശത്തേക്ക് പോയപ്പോൾ എൻ്റെ മോനെ നീ ഇങ്ങനെ വിദേശത്ത് പോയി താമസിക്കേണ്ട കാര്യം, നീ വിഷമിക്കേണ്ട കാര്യമില്ല, നീ വരിക, നീ എൻ്റെ കൂടെ വരിക, ഞാൻ നിനക്ക് എല്ലാം സമൃദ്ധിയായിട്ട് തരാം, നീ എല്ലാം സ്വത്തെല്ലാം നഷ്ടപ്പെടുത്തിയെങ്കിൽ പേടിക്കണ്ട, നമ്മുടെ വീട്ടിൽ ഇനി ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കുഞ്ഞെ നീ പോരെ, ഇതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ. അപ്പനത് പറഞ്ഞില്ല. അപ്പനത് സ്വീകരിച്ചു. എപ്പോൾ അവൻ സുബോധം പൂണ്ട് മടങ്ങി വന്നപ്പോൾ സ്വീകരിച്ചു. അവന് സുബോധം വരാൻ ക്ഷാമം ആവശ്യമായിരുന്നു, അവന് സുബോധം കിട്ടാൻ ക്ഷാമം ആവശ്യമായിരുന്നു, ഈ വലിയ ഞെരുക്കം വന്നത് ആവശ്യമായിരുന്നു സുബോധം കിട്ടാൻ. നോക്കൂ, സുബോധം കിട്ടുവാൻ അവന് വേറൊരു പോംവഴി ഉണ്ടായിരുന്നില്ല. സമൃദ്ധിയിൽ നിന്നാൽ സുബോധം കിട്ടുകയില്ല. ഇഷ്ടംപോലെ പൈസയുണ്ട് അവൻ്റെ കയ്യിൽ, ഇഷ്ടംപോലെ രൂപയുണ്ട്, അതെല്ലാം ചെലവഴിക്കാനുള്ള സാഹചര്യമുണ്ട്, എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്, അതുപോലെ കൊള്ളതായ്മയിൽ ജീവിക്കാൻ പറ്റിയ നല്ല പ്രായമാണ്. പക്ഷേ അവന് ആ സുബോധമില്ലാതെ എല്ലാം ഉണ്ട്, പക്ഷേ സുബോധമില്ലാത്തവനായി അവൻ ജീവിച്ചു. അവനിപ്പോൾ വേണ്ട സുബോധമാണ്. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, എൻ്റെ അപ്പൻ ആരാണ്, അപ്പൻ്റെ സ്നേഹം എന്താണ്, എൻ്റെ അപ്പൻ്റെ സമ്പത്ത് എന്താണ്, അപ്പൻ്റെ വീട്ടിലെ ഐശ്വര്യം എന്താണ്, എൻ്റെ അപ്പൻ്റെ വേലക്കാരുടെ സ്ഥിതി എന്താണ്, അവരുടെ ഐശ്വര്യം എന്താണ്, ഇതൊക്കെ അറിയാൻ സുബോധം വേണം. സുബോധമില്ല. അപ്പനെ അറിഞ്ഞില്ല, അപ്പൻ്റെ വേലക്കാരി അറിഞ്ഞില്ല, അപ്പൻ്റെ വേലയെ അറിഞ്ഞില്ല, അപ്പൻ്റെ ഭവനത്തെ അറിഞ്ഞില്ല, ഒന്നും അറിയാത്തവനായി അവിടെ അപ്പൻ്റെ വീട്ടിൽ ഇത്രയും നാൾ താമസിച്ചിട്ടും അപ്പനെ അറിയാത്തവനായി ജീവിച്ചവൻ, അവന് സുബോധം കിട്ടേണ്ടിയിരിക്കുന്നു. സുബോധം പ്രാപിക്കാൻ ഈ ക്ഷാമം ആവശ്യമായിരുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ, ജീവിതത്തിൽ ഭാരപ്പെട്ട് ഞരങ്ങുന്നവരാരെല്ലാം ഉണ്ട്. എനിക്കറിയാം, നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്ന അനേകം പേര് ഞരങ്ങി വലഞ്ഞ് വിഷമിച്ച് കഴിയുന്നവരാണ്. ഉള്ളിലെ ചില തിക്കലുകൾ, ഉള്ളിലെ ചില പിരിമുറുക്കങ്ങൾ, ഉള്ളിലെ ചില ടെൻഷൻസ് അതങ്ങ് വഹിക്കാൻ വയ്യാത്തതുപോലെ വലയുന്നവരുണ്ട്. എങ്ങനെ സഹിക്കും? ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്നു, നിന്നെ എനിക്ക് വേണ്ട, ഞാൻ ഒരു സ്ത്രീയെ, വേറൊരു സ്ത്രീ വിവാഹം കഴിക്കാൻ പോവുകയാണ്. എന്തായി പറയുന്നത്? ഒരു കൂസലുമില്ലാതെ പറയുന്നു. ആ പാവം ഭാര്യ പറയുന്നു, അയ്യോ എന്നെ വിട്ട് പോകല്ലേ, എനിക്ക് നിങ്ങളെന്ത് സ്നേഹമാണ്, എന്നോട് അങ്ങനെ കരുണ കാണിക്കാതെ പോകല്ലേ. ആ സ്ത്രീയുടെ യാതനയ്ക്ക് ഒരല്പം പോലും കരുണ കാണിക്കാതെ ആ മനുഷ്യൻ അവളുടെ ആളത്വത്തെ, അവളുടെ സ്നേഹത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവൻ വേറെ സ്ത്രീയോട് ജീവിക്കാൻ പോകുന്നു. നോക്കൂ, ജീവിതത്തിൽ ഇതുപോലുള്ളതായ യാതനയിൽപ്പെട്ട് ഞരങ്ങുന്നവർ ഏറെയേറെ പേരുണ്ട്. ഒന്നല്ല, ഇതല്ലായിരിക്കും, വേറൊന്നായിരിക്കും.
അപ്പനുള്ള സ്വത്തൊന്നും മക്കൾക്ക് കൊടുത്തില്ല, മക്കൾക്കൊന്നും കൊടുത്തില്ല. അപ്പൻ വായു വലിച്ച് കിടക്കുമ്പോഴും അപ്പൻ ഈ സ്വത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എൻ്റെ കാലശേഷം ഈ മക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരില്ലേ, അതുകൊണ്ട് എത്രയും വേഗം ഒന്ന് പങ്കിട്ട് കൊടുത്താലോ അതൊന്നും ചിന്താ വിഷയമല്ല. വാർദ്ധക്യമാകുന്നതിന് മുൻപ് മക്കൾക്കുള്ളതെല്ലാം വേർതിരിച്ച് അവരവർക്കുള്ളത് കൊടുത്താൽ എത്ര നന്നായിരുന്നു. മോനൊരു വീട് വയ്ക്കണം, അവന് ആ ഭൂമി അവന് ബാങ്കിൽ ഈട് വെച്ചിട്ട് വേണം പൈസ എടുക്കാൻ. അങ്ങനെ അതിനൊക്കെ സൗകര്യം കിട്ടാൻ ആ സ്ഥലം മോൻ്റെ പേരിലും എഴുതി കൊടുത്താൽ മതി. പക്ഷേ അപ്പൻ ചെയ്യില്ല. പിന്നീട് അത് വലിയ കലാപങ്ങൾക്കും കലഹങ്ങൾക്കും എല്ലാം കാരണമായിത്തീരുന്നു. പല വീടുകളിലും ഇതിൻ്റെ എല്ലാം ഉള്ളിൽ തിക്കോടുകൂടി ഉള്ളിൽ തീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പലതരത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം വിചാരിക്കുന്ന പോലുള്ളത് മാത്രമല്ല, രോഗമോ അല്ലെങ്കിൽ പൈസയുടെ ഞെരുക്കമോ മാത്രമല്ല, മാനസികമായ പിരിമുറുക്കം, സമ്പത്തും ഐശ്വര്യം ധാരാളം, ഇഷ്ടം പോലെ സ്വത്ത്, ഒന്നിനും പഞ്ഞമില്ല, മനോഹരമായ വീട്, നല്ല ആരോഗ്യമുള്ള മക്കൾ, ഒന്നിനും പുറമേ നോക്കിയാൽ ഒന്നിനും കുറവില്ല. പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടുകയില്ല. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടാട്ടമില്ല. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാനില്ല. എന്തെല്ലാമോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില ദുരാലോചനകൾ കടന്നു കൂടിയിട്ട് വന്ന ആളുകളായി. മിണ്ടുകയില്ല. ഭാര്യ സ്നേഹത്തോടെ ചെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യം വരും. വിനയത്തോടെ ചെന്ന് ഒന്ന് ദേഹം തൊടാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ ഒരു സ്നേഹമില്ലാത്ത കുടുംബജീവിതം. എങ്ങനെയാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും? കുടുംബം വലയുകയാണ്. ഇങ്ങനെ നീറിപ്പുകയുന്ന ജീവിതങ്ങൾ, ഉരുകി വലയുന്ന ജീവിതങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ഉമിത്തി നീറുന്ന പോലെ നീറി തീരുന്ന ജീവിതങ്ങൾ. ഇങ്ങനെയുള്ള ജീവിതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, കർത്താവായി യേശുക്രിസ്തുവിലേക്ക് നോക്കിയാൽ ആശ്വാസം ലഭിക്കും, സമാധാനം ലഭിക്കും. അനേകർ നീറിപ്പോഞ്ഞ് കഴിയുന്നു. അപ്പോഴാണ് ദൈവം ഈ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മെ രൂപാന്തരപ്പെടുത്തി കിടക്കുന്നത്. എബ്രായ ലേഖനം 12:5 മുതൽ, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു, എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല. മക്കളാണെങ്കിൽ ശിക്ഷയുണ്ടാകും. നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. കുലടയുടെ മക്കളത്രേ, എന്ന് വെച്ചാൽ വേശ്യാസ്ത്രീയുടെ മക്കളത്രേ. നിങ്ങൾ സ്വന്തം പിതാവിന് ജനിച്ച മക്കളാണെങ്കിൽ അപ്പനെ ശിക്ഷിക്കാം, ശാസിക്കാം. എന്നാൽ നിങ്ങൾ അന്യന് ജനിച്ച മക്കളാണെങ്കിൽ, പിശാചിന് ജനിച്ച മക്കളാണെങ്കിൽ നിങ്ങളെ ശാസിക്കുന്നതിൽ ശിക്ഷിക്കുന്നതിൽ അർത്ഥമില്ല, പ്രയോജനമില്ല. അപ്പനെ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? മക്കളെ, നിങ്ങൾ ബാലശിക്ഷ നിരസിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ ഇങ്ങോട്ട് പെരുമാറുന്നു. അപ്പനെ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? നിരസിക്കരുത്. ബാലശിക്ഷ നിങ്ങൾക്ക് സ്വീകരിക്കണം. നിങ്ങൾ സ്വീകരിച്ചാൽ ദൈവത്തിന് സ്തോത്രം, അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. തുടർന്ന് വായിക്കുമ്പോൾ കാണാം, അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ് അവൻ നമ്മെ ശിക്ഷിക്കുന്നത്. എന്താണ്? നമുക്ക് ചില ശാസനകൾ തരുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു ശാസന തരുന്നു, അല്ലെങ്കിൽ ഒരു ശിക്ഷണം തരുന്നു. ദൈവത്തിന് സ്തോത്രം, ഒരു ശിക്ഷണം തരുന്നു. എന്താണ്? നിങ്ങൾ സാക്ഷ്യം പറയേണ്ട എന്ന് പറയുന്നു. ഈ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാക്ഷ്യം പറയേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഇനി സാക്ഷ്യം പറയേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നീ സാക്ഷ്യം പറയേണ്ട, അത്രയേ ഉള്ളൂ അതിനർത്ഥമുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ തിരുത്താനുള്ള തിരുത്തി കഴിയുമ്പോൾ അതേ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ പറയില്ലേ സാക്ഷ്യം പറയാൻ? ദൈവത്തിന് സ്തോത്രം. അതില്ലെങ്കിൽ ഇനി പാട്ട് പാടണ്ട എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പറയുന്നതെന്ന് വിശ്വാസമുണ്ടെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കും. അല്ല, വിശ്വാസമില്ലെങ്കിൽ എല്ലാം പൊളിഞ്ഞല്ലോ. വിശ്വാസമുള്ളവർക്ക് നിരാശ വരില്ല, ശിക്ഷ വരുമ്പോൾ നിരാശ വരികയില്ല. വിശ്വാസമുള്ളവർക്ക് ശിക്ഷ വരുമ്പോൾ ഒരു പരിഭവം വരികയില്ല. ഒരു ശാസന കിട്ടുകയാണ്, നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഒരു ശാസന തരുന്നു. വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവാണ് എനിക്ക് ശാസന തന്നതെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് ഒരു പരിഭവം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ ഇതൊരു പാഠമായിട്ട് എടുക്കേണ്ടതാണ്.
ആത്മീയ ജീവിതത്തിൽ. ചിലപ്പോൾ ശിക്ഷണങ്ങൾ കിട്ടും, ചിലപ്പോൾ ശാസനകൾ കിട്ടും. ദൈവത്തിന് സ്തോത്രം. ഈ സന്ധ്യയെങ്കിൽ കരച്ചിലൊന്ന് രാവാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിലൊന്ന് രാവാർക്കും. ഈ ശാസന കിട്ടുമ്പോൾ, ശിക്ഷണം കിട്ടുമ്പോൾ കരച്ചിലാണ്, ശരിയാണ്. ഉള്ളൊരു കരയും, അയ്യോ എൻ്റെ കർത്താവേ ഞാൻ എങ്ങനെ നിന്നെ വേദനിപ്പിച്ച് പോയല്ലോ, നിന്നെ ദുഃഖിപ്പിച്ച് പോയല്ലോ. കാരണം ആത്മാനവിശ്വാസമുണ്ട്, ആത്മാനവിശ്വാസമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നോട് സംസാരിച്ചുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ അനുതാപം വരും. അയ്യോ കർത്താവെ തെറ്റുപറ്റിപ്പോയല്ലോ, എനിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ, കർത്താവെ ഞാൻ അവിവേകത്തിൽ വീണുപോയല്ലോ, അബദ്ധം കാണിച്ചു പോയല്ലോ, കർത്താവെ ഞാൻ അഹങ്കരിച്ച് പോയല്ലോ, എൻ്റെ ദൈവമേ എനിക്ക് ചില തെറ്റുകൾ പറ്റിപ്പോയല്ലോ. ഇങ്ങനെ നമുക്ക് അനുതാപം വരും. അനുതാപം വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ ശാസിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ ശിക്ഷിച്ചത്. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസം ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും പരിഭവം വരികയില്ല. സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിങ്ങി നിന്ന ഒരു ദൈവപുരുഷൻ, അദ്ദേഹം എന്നെ എത്രയോ ശാസിച്ചിട്ടുണ്ട്, എത്രയോ ശിക്ഷണം തന്നിട്ടുണ്ട്, എന്നെ പ്രസംഗിപ്പിക്കാതിരുന്നിട്ടുണ്ട്, പ്രസംഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, ശുശ്രൂഷ രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, എന്തെല്ലാം ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഭാഗ്യവശാൽ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. ആ ആളത്വത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്, ഉറപ്പായിരുന്നു. ആ ദൈവപുരുഷൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ നിറവോട് വസിക്കുന്ന നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ ആത്മാവാണ് എനിക്ക് ശാസന തന്നത്. കർത്താവേ നന്ദി, ദൈവത്തിന് സ്തോത്രം. ഞാൻ തിരുത്തിക്കൊള്ളാം. ഞാനിത് വെച്ചു, കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പുള്ള അനുഭവങ്ങൾ ഞാനിത് പറയുമ്പോൾ അനേകം കാര്യങ്ങളുടെ മനസ്സിലേക്ക് തിക്കിത്തിരക്കി വരുന്നുണ്ട്. കാരണം 1973 മെയ് മാസം 11-ാം തീയതിയാണ് ആ പരിശുദ്ധ പിതാവ് ഈ വീട്ടിൽ കാലുകുത്തിയത്. അന്ന് ഞങ്ങളുടെ ബെഡ്റൂമിൽ കട്ടിലൊന്ന് മാറ്റിയിട്ടിട്ട് അദ്ദേഹം കൂടെ ഇരുന്നു, പായിട്ട് താഴെ ഇരുന്നു, താഴെ മുട്ടിമേലിരുന്നുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പിന്നീടുള്ള ചില കാലങ്ങൾ എന്ത് അനുഗ്രഹത്തിൻ്റെ കാലങ്ങളായിരുന്നു. ദേശം ഉണർന്നു, അനേകർക്ക് പാവബോധം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. എന്തൊരത്ഭുതം. ആ കാലങ്ങളിലൊക്കെ നല്ല ശാസനം എനിക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ശിക്ഷണം കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ ഞാൻ വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സ്തോത്രം. ഭാഗ്യം. അന്നൊന്നും ഒരു പരിഭവമില്ലാതെ, ഒരു പ്രയാസമില്ലാതെ, ഒരു സംശയമില്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കാൻ കർത്താവിന് കൃപ തന്നു. അതുകൊണ്ട് ഭാഗ്യവശാൽ ഞാൻ ഇന്നും ആത്മീയ രംഗത്ത് നിന്നു പോകുന്നു. ഇല്ലെങ്കിൽ ഞാൻ തെറിച്ചു പോയേനെ, നഷ്ടപ്പെട്ടു പോയേനെ. എന്നെ അങ്ങ് നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് വേലി കെട്ടി നിർത്തിയെന്ന് ഞാൻ പറയുന്നു. വേലി കെട്ടി നിർത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക. മകനെ കർത്താവിന് ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിക്കുകയും വരുത്. കർത്താവിനെ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു പോകും. അടുത്ത വാക്യം. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലഡേയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. ജഡസംബന്ധമായ പിതാക്കന്മാരെ നമ്മെ ശിക്ഷിച്ചത് കുറേ കാലം ബോധിച്ച പ്രകാരം ശിക്ഷിച്ചു. മുഴുവൻ ശിക്ഷയൊന്നും വാസ്തവത്തിൽ ആവശ്യമുള്ളതായിരുന്നില്ലായിരിക്കും. അത് വേണ്ടത്ര വിവേകപൂർവമായ ശിക്ഷയായിരുന്നില്ലായിരിക്കും. ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. നിത്യനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ കിട്ടേണ്ടതിന് ശിക്ഷിച്ചു. ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവനെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? ആത്മാവിൻ്റെ പിതാവിന്, ആത്മാക്കളുടെ ഉടയവന്, നിത്യനായ ദൈവത്തിന് നാം കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? ദൈവം നേരിട്ട് ആരോട് സംസാരിക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മുഖാന്തരമാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ മുഖാന്തരമാണ് സംസാരിക്കുന്നത്. ദൈവം ആരോടും നേരിട്ട് സംസാരിക്കുന്നില്ല. ആരോടും ദൈവം നേരിട്ട് ഇടപെടുന്നില്ല. ആരുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം തന്നെ വചനം തരികയാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നു പ്രവാചകന്മാർ മുഖാന്തരം. അങ്ങനെ നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ഈ ലോകത്തിലെ അപ്പനോ അമ്മയോ നമ്മെ ശിക്ഷിക്കുമ്പോൾ അവർ വണങ്ങിപ്പോന്നിട്ടുണ്ടല്ലോ. കാരണം നാം വിനയത്തോടെ കീഴടങ്ങി ജീവിക്കേണ്ടത് ആവശ്യമാണെന്ന് നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് മാതാപിതാക്കൾ വണങ്ങിപ്പോന്നുവല്ലോ. എന്നാൽ
ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ചപ്രകാരവും അത്രേ. കുറേ കാലത്തേക്ക് ശിക്ഷിച്ചു, തങ്ങൾ ബോധിച്ചപ്രകാരം ശിക്ഷിച്ചു. എന്നാൽ അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. നിത്യനായ ദൈവം ശിക്ഷിക്കുന്നത് അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ആ വാക്ക് മറക്കരുത്. അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിന്, അതിനു വേണ്ടിയാണ് നമുക്ക് ശിക്ഷണം തരുന്നത്, അതിനു വേണ്ടിയാണ് നമുക്ക് തർജ്ജനം തരുന്നത്, അതിനു വേണ്ടിയാണ് നമുക്ക് ശാസനം തരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശിക്ഷണങ്ങളോ ശാസനങ്ങളോ ദുരിതങ്ങളോ കഷ്ടതകളോ വേദനാകരമായ അനുഭവങ്ങളോ വരുമ്പോൾ നിങ്ങൾ തളരരുത്, നിങ്ങൾ നൈരാശ്യം പിടിച്ചു പോകരുത്, നിരാശരാകരുത്. നിങ്ങൾ ദൈവസന്നിധിയിൽ വീണ്ടും വിനയപ്പെട്ട് കിടക്കുക. കർത്താവേ, എനിക്ക് എവിടെയാണ് തിരുത്താനുള്ളത്? കർത്താവേ, എൻ്റെ ആളത്തുനിന്ന് രൂപാന്തരപ്പെടുത്തി തരണമേ. ഏതെങ്കിലും പ്രത്യേകിലും പാവമുണ്ടോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എന്നാൽ എൻ്റെ സ്വഭാവം ഇനിയും മാറേണ്ടിയിരിക്കുന്നു, എൻ്റെ പ്രകൃതം ഇനിയും മാറേണ്ടിയിരിക്കുന്നു, ദൈവാനുരൂപമായി ഞാൻ തീരേണ്ടിയിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞാൻ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിച്ച് ക്രിസ്തുവിന് അനുയോജ്യമായി ജീവിക്കുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ അപ്പോഴാണ് നിത്യനായ ദൈവത്തിൻ്റെ കൃപ നിറവടിയായി നമ്മിലേക്ക് പകരുന്നത്, നാം ആത്മാവിൽ നിറഞ്ഞു വരുന്നത്. ഒരിക്കലും നാം നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആരും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ഇച്ഛിക്കുന്നു, നമ്മോട് ദീർഘക്ഷമ കാണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ശിക്ഷകൾ വരുമ്പോൾ, നമുക്ക് ശാസനം വരുമ്പോൾ, നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ചില പ്രതിസന്ധികൾ വരുമ്പോൾ നാം പതറരുത്, തളരരുത്, നാം വാടിപ്പോകരുത്, നിരാശരാകരുത്, നാം പരിഭവിക്കരുത്, ദൈവത്തെ ചോദ്യം ചെയ്യരുത്, ദൈവത്തോട് മത്സരിക്കരുത്, ദൈവത്തോട് ഒരു കാരണവശാലും മത്സരിക്കരുത്. നേരെ മറിച്ച് നാം ദൈവസന്നിധിയിൽ താഴുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാലും നിങ്ങളെ ഉയർത്തും. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാലും നിങ്ങളെ ഉയർത്തും. അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. ഏതുവാക്യമാണ്? അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. താണിരിപ്പീൻ, വിനയപ്പെട്ടിരിപ്പീൻ, ചോദ്യം ചെയ്യരുത്, മത്സരിക്കരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ ഹൃദയത്തിൽ മത്സരചിന്ത വരരുത്, നിരാശചിന്ത വരരുത്, നിങ്ങൾ പരിഭവം തോന്നരുത്. പ്രിയപ്പെട്ടവരെ, പരിഭവം വരരുത്. നേരെ മറിച്ച് വിനയത്തോടെ ചേർന്നിരിക്കുക. അപ്പോൾ അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കും. ആത്യന്തികമായിട്ട് അതാണ് കിട്ടാൻ പോകുന്നത്. അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കും. അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏലിയാവിന് ഈ തത്വം അറിയാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഏലിയാവ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ദേശത്ത് നിന്ന് മഴയെ മാറ്റിക്കളയണമേ. ഈ ദേശത്ത് മഴ പെയ്യല്ലേ. 3.5 വർഷം മഴ പെയ്തില്ല. ഏലിയാവിൻ്റെ പ്രാർത്ഥന ദേശത്ത് മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, മഴ പെയ്യരുത് എന്ന്. ഇത് സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ അതാണ് സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം അതാണ്. ആ ജനത്തെ ഒന്ന് മനംതിരിക്കണമെങ്കിൽ അതേ പോകാൻ വഴിയുള്ളൂ. ആ ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കണമെങ്കിൽ അതല്ലാതെ വേറെ പോകാൻ വഴിയില്ല. ഒരു വരൾച്ച കൊടുത്തേ പറ്റൂ, അവർക്കൊരു ക്ഷീണം സംഭവിച്ചേ പറ്റൂ, അവർക്ക് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നേ പറ്റൂ. അതുകൊണ്ട് ദൈവം അത് അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ ഏലിയാവിന് അതിൻ്റെ കൃപ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഏലിയാവിന് നൽവരം കൊടുത്തു. ഏലിയാവ് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. കർത്താവേ, ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ കീഴ്പ്പെട്ടിട്ടുണ്ടോ? ദൈവത്തെ ആലോചിക്കാൻ ഞാൻ താണിരുന്നിട്ടുണ്ടോ? അതോ ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തോട് ചോദ്യം വന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനം കിട്ടുമ്പോൾ ശാസനമോ ശിക്ഷണമോ കിട്ടുമ്പോൾ എനിക്ക് ചോദ്യമാണോ മത്സരമാണോ എനിക്ക് വന്നിട്ടുള്ളത്? ഈ നിരാശ എന്ന് പറഞ്ഞാലൊരു മത്സരമാണ്. എനിക്ക് മത്സരമാണോ നിരാശയാണോ വന്നിട്ടുള്ളത്? അതോ അയ്യോ കർത്താവേ, എൻ്റെ കർത്താവേ, അതെ, യേസ് ലോഡ്, അതേ കർത്താവേ, യേസ് ലോഡ്, അതേ കർത്താവേ. കനാന്യ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, മക്കൾക്കുള്ള അപ്പോൾ എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കില്ല. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് വന്നത്. മോളുടെ അസുഖത്തിന് വേണ്ടി, ഭൂതബാധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന സ്ത്രീയോട് കർത്താവ് എത്ര നിഷ്കരുണമായിട്ട് പറയുന്നു നമുക്ക് തോന്നും. മക്കൾക്കുള്ള അപ്പോൾ നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. ഞാൻ യഹൂദന്മാർക്ക് വേണ്ടിയാണ് വന്നത്, ഞാൻ ഈ പുറജാതികൾക്ക് വേണ്ടിയല്ല വന്നത്. നീ സുറഫോയിക്ക ജാതിയുള്ള കനാന്യ സ്ത്രീയല്ലേ, നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങ് ഒരു പ്രതീക്ഷയും വകരാത്ത ഒരു വാക്ക്. അപ്പോഴും അവൾ പറഞ്ഞു, കർത്താവേ, കർത്താവേ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും യജമാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൾ തിന്ന് വിശപ്പടക്കുന്നുണ്ടല്ലോ. യേസ് ലോഡ്, അതേ കർത്താവേ. പറഞ്ഞു, ശരി, ഞാനൊരു നായയാണ്, എൻ്റെ മോള് നായ്ക്കുട്ടിയാണ്, ഞാൻ സമ്മതിച്ചു കർത്താവേ, ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പുറജാതി സ്ത്രീയാണ്, എൻ്റെ മോള് പുറജാതി കുട്ടിയാണ്.
യെസ് ലോഡ്. അതേ കർത്താവേ. നായ്ക്കുട്ടികളും മേശയ്ക്ക് വീഴുന്ന അപ്പനുറുക്കിൽ നിന്ന് വിശപ്പടക്കുന്നുണ്ടല്ലോ. യെസ് ലോഡ്. ആ ഒരു വിശ്വാസം കണ്ടപ്പോൾ, മറുതലിക്കാതെ വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ, പരിഭവം വരാതെ വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരവ് വ്യാപരിച്ചു. കർത്താവ് പറഞ്ഞു, ഈ സ്ത്രീയുടെ വിശ്വാസം വലിയത്, സ്ത്രീയെ ഇതിൻ്റെ വിശ്വാസം വലിയത്. എന്നിട്ട് ഈ ആഗ്രഹം ഭവിക്കട്ടെ. മോളുടെ ഭൂതബാധ മാറി. മോളുടെ വായിൽ നിന്ന് അറിയും പതിയും ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ അപശബ്ദങ്ങൾ ഉരുടിച്ചുകൊണ്ടിരുന്നു. നിലത്ത് വീണ് ഉരുണ്ടുകൊണ്ടിരുന്നു. ഇതുപോലെ സുബോധമില്ലാതെ അവസ്മാര ലക്ഷണങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി പെട്ടെന്ന് സുബോധമായി. ആ നിമിഷം, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ആഗ്രഹം ഭവിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. രോഗം മാറി. പറയുന്ന വാക്കുകളുടെ പിന്നിലുള്ളതായ സ്നേഹത്തെ കാണുക. ആ വാക്കുകളുടെ ശാസനയെയും ശിക്ഷണത്തെയും നാം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുക. അപ്പോൾ അതിലെ നന്മയ്ക്കായി രൂപാന്തരപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങളിപ്പോൾ എല്ലാം തൊറുത്തുകൂട്ടി എല്ലാം കൊണ്ടുവന്ന് കർത്താവിൻ്റെ പാദവൃത്തിയിലേക്ക് കൊണ്ടുവരിക. കർത്താവെ, പ്രശ്നങ്ങളുടെ ആ രൂക്ഷമായ ആക്രമണത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. കർത്താവെ, അനേകം ദുരിതങ്ങൾ എന്നെ വലയം ചെയ്യുന്നു. എൻ്റെ കർത്താവെ, എനിക്ക് വേറൊരു പോക്കിടമില്ല. വേറെ ഒരിടത്തും പോയി രക്ഷപ്പെടാൻ സാധ്യവുമല്ല. നീയാണ് എൻ്റെ രക്ഷകൻ. നീയാണ് എനിക്കിവിടെ ക്രൂസിൽ മരിച്ചത്. നിൻ്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, കഴിഞ്ഞുപോയ ജീവിതത്തിൽ പാഴായിപ്പോയി എന്ന് എനിക്കറിയാം. കഴിഞ്ഞുപോയ ജീവിതം പാഴായിപ്പോയി എന്ന് എനിക്കറിയാം. കർത്താവെ, പാഴായിപ്പോയ കാലങ്ങളിനോട് ഓർക്കരുതേ. ഇപ്പോൾ കർത്താവെ, ഞാൻ ഇതാവത്തോടെ വരുന്നു. നാഥ, ഞാൻ പാവത്തോട് യാത്ര പറയുന്നു. ഞാൻ പിശാചിനോട് യാത്ര പറയുന്നു. എൻ്റെ കർത്താവെ, ഇപ്പോൾ തൃക്കരം ഈ പാവിയായ എൻ്റെ മേൽ ഒന്ന് നീട്ടി എൻ്റെ തലമേലൊന്ന് വയ്ക്കണമേ. നിൻ്റെ പരിശുദ്ധമായ കരം, തിരക്തം പുരണ്ട കരം, തിരക്തം ഒലിച്ചിറങ്ങുന്ന കരം എൻ്റെ തലമേലൊന്ന് വയ്ക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. ഞാനൊന്ന് വിശ്വസിക്കുന്നു കർത്താവെ. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, തിരക്തം എൻ്റെ മേൽ തളിക്കണമേ. തിരക്തത്താൽ എന്നെ കഴുകണമേ. തിരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. എന്നെ നിൻ്റെ മകനും നിൻ്റെ മകളും നിൻ്റെ അവകാശിയാക്കി തീർക്കണമേ. നിൻ്റെ രാജ്യത്തിന് അവകാശിയാക്കി തീർത്ത് എന്നെ അനുഗ്രഹിക്കണമേ. സമർപ്പിക്കൂ, പ്രാർത്ഥിക്കൂ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. എൻ്റെ ഈ മക്കൾ തൊട്ടത്തിനായി സ്തോത്രം. എല്ലാവരും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും കൃപയിൽ കാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.